നമസ്കാരം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് അമേരിക്ക ഇറാനെതിരെ നടത്തുന്ന സൈനിക നീക്കത്തിനിട്ടിട്ടുള്ള വിളിപ്പേര്. ഏതായാലും ഓരോ ദിവസവും യുദ്ധത്തിനായി അമേരിക്ക എത്ര രൂപയാണ് ചെലവാക്കുന്നത് എന്നറിഞ്ഞാൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. ഒരു ദിവസം നിലവിലെ കണക്കനുസരിച്ച് ഇപ്പോൾ 7000 കോടി രൂപയാണ് അമേരിക്കയുടെ ചിലവ്. അതായത് ഒരു ദിവസം ഈ യുദ്ധത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതിനും ഇതിനായുള്ള സ്ഫോടന വസ്തുക്കളും അല്ലെങ്കിൽ ബോംബുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ കുറഞ്ഞതാണ് ഒരു 7000 കോടി രൂപ ഒരു ദിവസം ചിലവാകും എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇപ്പോൾ അത്ര നല്ല സാമ്പത്തിക അവസ്ഥയിലല്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. അമേരിക്കയ്ക്ക് ഒരുപാട് കടവും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളുമൊക്കെ തന്നെ ഉണ്ട്. അമേരിക്കയിലെ ജനങ്ങളൊക്കെ തന്നെ ഈ ഒരു യുദ്ധത്തിനോട് പൂർണ്ണമായും യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുമില്ല. എന്തിനാണ് ഇത്തരത്തിലുള്ള യുദ്ധത്തിന് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ട് ഇത്രയധികം പണം ചിലവാക്കുന്നത് എന്നാണ് പലരും സോഷ്യൽ മീഡിയയിലും മറ്റും ചോദിക്കുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ നിരായുധീകരിക്കുക, അത് ആണവ നിർവ്യാപനം ഉറപ്പാക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ലക്ഷ്യം. ഒപ്പം ഇസ്രായേലിൻ്റെ സമ്മർദ്ദം കൂടിയാകുമ്പോൾ യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പണം മുടക്കി ഒരു യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ F-22, F-15 തുടങ്ങി അവരുടെ ബോംബർ വിമാനങ്ങൾ തുടങ്ങി ഒരുപാട് വിമാനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇന്ധന ചെലവ് ഉൾപ്പെടെ, അതുപോലെ കപ്പലുകൾ, USS ജെറാൾഡ് ഫോർഡ് എന്ന ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലും ഒപ്പം USS എബ്രഹാം ലിങ്കൺ എന്ന വലിയ പടക്കപ്പലുമൊക്കെ ഇസ്രായേൽ തീരത്തുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ സൈനിക നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്നത്, ആക്രമണം നടത്തുന്നതൊക്കെ തന്നെ. പക്ഷേ ഈ ഓരോ കപ്പലുകളും ഓരോ ദിവസവും അതിന് പ്രവർത്തിക്കാൻ തന്നെ കോടികൾ ചിലവാക്കേണ്ടി വരും. അവിടുത്തെ സൈനികരുടെ മറ്റ് ചിലവുകൾ, കപ്പലിൻ്റെ ഇന്ധന ചെലവ് തുടങ്ങി നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അത്രയും അധികം പണമാണ് ഇപ്പോൾ അമേരിക്ക ഓരോ ദിവസവും ഇതിനായി വിനിയോഗിക്കുന്നത്. മാത്രവുമല്ല, അമേരിക്കയുടെ 3 വിമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അപകടത്തിൽപ്പെട്ടിരുന്നു. കുവൈറ്റിലെ സൈന്യത്തിലുണ്ടായ ഒരു ചെറിയൊരു ധാരണ പിശക് മൂലമാണ് ഈ വിമാനങ്ങൾ വെടിവെച്ചിടേണ്ടിയിരുന്നത്. പക്ഷേ ഈ 3 വിമാനങ്ങളുടെ പൈലറ്റുമാർ രക്ഷപ്പെട്ടു എങ്കിൽ പോലും വിമാനങ്ങൾ തകർന്നുപോയി. ആയിരക്കണക്കിന് കോടി ഡോളർ വില വരുന്നതാണ് ഓരോ യുദ്ധവിമാനങ്ങളും. ദിവസമുള്ള ചെലവിന് പുറമെ ഇത്തരത്തിൽ ഈ വിമാനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്ന വഴിയിലുണ്ടാകുന്ന നഷ്ടം മറ്റൊരു ഭാഗത്ത്. അതുപോലെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഒരു ഡ്രോൺ നിർമ്മിക്കാൻ ഇറാന് ചിലവാകുന്നത് $35,000. ഒരു ഡ്രോണിനെ താഴെ വീഴ്ത്തണമെങ്കിൽ അതിന് മിസൈൽ പ്രതിരോധ സംവിധാനത്തിലൂടെ ചിലവായി പോകുന്നത് $40 ലക്ഷം. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അത്രയും വലിയ ചിലവാണ് ഫലത്തിൽ ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ തന്നെ തലയിൽ വന്ന് ചേരുന്നത്. ഏകദേശം $630 മില്യൺ ഈ കപ്പലുകളുടെയും വിമാനങ്ങളുടെയൊക്കെ തന്നെ വിന്യാസത്തിനായി വേണ്ടി മാത്രം ആദ്യഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ചിലവാക്കേണ്ടി വന്നത്. ഇസ്രായേലിനെ 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ് അമേരിക്ക നൽകിയത്. അതും ഇപ്പോൾ അമേരിക്കയിലെ നികുതിദായകരുടെ കണക്കിലേക്ക് പോകുന്നു എന്നാണ് അവിടെയുള്ള പലരും അധിക്ഷേപിക്കുന്നത്. ഏതായാലും യുദ്ധം നീണ്ടുപോയാൽ മൊത്തം ചിലവ് $12.37 ലക്ഷം കോടി ഉയരും എന്നാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ കണക്കാക്കുന്നത്. യുദ്ധം എത്രത്തോളം കാലം നീണ്ടുപോകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും ഇപ്പോഴും ധാരണയില്ല. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് യുദ്ധം 4 ആഴ്ച നീണ്ടു നിൽക്കും എന്ന് മാത്രമാണ്. പക്ഷേ അത് കഴിഞ്ഞ് യുദ്ധം നീളുകയാണെങ്കിൽ അതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് ആയിരിക്കും ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഇത് കാരണം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിനെതിരെയാണ് അമേരിക്കയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പലരും ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത്. മാത്രമല്ല, അമേരിക്കയിലെ തന്നെ പ്രതിപക്ഷവും ഇക്കാര്യത്തോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. ഇറാനെ ആണവ നിർവ്യാപനം നടത്തണമെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ആക്രമണം ഇപ്പോൾ അപ്രതീക്ഷിതമായി നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് പലരും ചോദിക്കുന്നത്. അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇനി ചർച്ചയ്ക്ക് തങ്ങളില്ല എന്നാണ് ഇറാനും വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുദ്ധം നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. ഒരു ചർച്ച നടത്തിയാൽ മാത്രം, അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇക്കാര്യത്തിലൊരു മധ്യസ്ഥത വഹിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്ന പോലെ ഇറാൻ ദിവസവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിസൈലുകൾ അയക്കുകയും അമേരിക്ക അവയെ പ്രതിരോധിക്കുകയും പിന്നീട് അമേരിക്കയ്ക്ക് ഇവരെ തിരിച്ചടിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയൊക്കെ തന്നെ ചെയ്യും. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. ബഹ്റിനിലെ സൈനിക താവളത്തിന് നേർക്ക് നടന്ന മിസൈൽ ആക്രമണത്തിൽ അവിടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് ഒടുവിൽ അമേരിക്ക തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ പല എംബസികളും ഇപ്പോൾ അമേരിക്കയെ അടച്ചിടേണ്ട അവസ്ഥ സംഭവിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ തന്നെ വലിയ തോതിലുള്ള ഒരു വ്യവസായ മേഖലയിലേക്ക് സ്തംഭനം ഒരു പ്രധാന ഘടകമാണ്. ഹോർമോസ് കടലിടുക്കിലെ പ്രശ്നം കൂടി പരിഗണിക്കുമ്പോൾ ഇന്ധന മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റഷ്യയിൽ നിന്നാണ് ഒരുപക്ഷെ ഏറ്റവും അധികം ഗ്യാസും മറ്റും അമേരിക്ക വാങ്ങുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും വലിയ തോതിലുള്ളൊരു തടസ്സം ഉണ്ടാകുകയും അത് അമേരിക്കയുടെ തന്നെ സാമ്പത്തിക സ്ഥിതി അട്ടിമറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് പലരും ഭയപ്പെടുന്നത്.
ഇത്തരത്തിൽ യുദ്ധവുമായി ഇനിയധികം കാലം മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ട്രംപിന് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ നൽകിയ ഉപദേശം എന്നാണ് പറയപ്പെടുന്നത്. വെറുതെ പണം ചിലവാക്കാമെന്നുള്ളതല്ലാതെ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ യുദ്ധത്തിന് തീരുമാനമാകാതെ പോയാൽ, അതല്ലെങ്കിൽ ഇറാനിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇനി അവിടെ ചർച്ച നടത്താനില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഖമേനിയുടെ മകനെ മുസ്തഫ ഖമേനി അദ്ദേഹത്തിന് പിൻഗാമിയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും അയാൾ ചർച്ചയ്ക്ക് വരുമെന്നോ ഭരണതല സംവിധാനങ്ങളുമായി എന്തെങ്കിലും ബന്ധമുള്ള ആൾ പോലുമല്ല ഈ മുസ്തഫ ഖമേനി. അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇനി ആര് മുൻകൈ എടുത്ത് ഈ യുദ്ധത്തിന് ഒരു തീരുമാനം ഉണ്ടാകും, ഒരു സമാധാനം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോഴും പലരും ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ അമേരിക്കയുടെ പണം ഇങ്ങനെ ദിവസവും ഒഴുകിക്കൊണ്ടേയിരിക്കും എന്നാണ് അമേരിക്കയിലെ പലരും ഇപ്പോൾ ഭയപ്പെടുന്നത്.